ആംഗ്ലിക്കൻ സഭയുടെ തലപ്പത്ത് വനിതാ ആർച്ച് ബിഷപ്പ് നിയമിക്കപ്പെട്ട വാർത്ത പുറത്തുവന്നതോടെ കത്തോലിക്കാ സഭയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന വിലാപങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടുള്ള സിസ്റ്റർ സോണിയ തെരേസ് DSJയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: കത്തോലിക്കാ സഭയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആ പാവങ്ങൾ ശ്വാസം മുട്ടുകയാണെന്നത് ശരിയോ? സാറ മല്ലല്ലി കാന്റർബറി ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേരളത്തിൽ ചിലർ കത്തോലിക്കാ സഭയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 19-ന് കേരളം ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാലയിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്യുന്ന താലിബാനികളെക്കുറിച്ചുള്ള വാർത്തയും ചിത്രങ്ങളുമായിരുന്നു അത്. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭരണം താലിബാൻ തീവ്രവാദികൾ ഏറ്റെടുത്തതിനു ശേഷം ആ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം തീർത്തും ദുസ്സഹമായി തീർന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണ് ആ വാർത്ത. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത കാലഘട്ടത്തിലും മുകളിൽ പറഞ്ഞ അതേ സാഹചര്യമായിരുന്നു യഹൂദ സമൂഹത്തിലെ സ്ത്രീകൾക്കും ഉണ്ടായിരുന്നത്. അതായത്, ഒരു യഹൂദ റബ്ബി സ്ത്രീകളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ സ്ത്രീകളെ പഠിപ്പിക്കുകയോ ചെയ്താൽ ആ റബ്ബി ശപിക്കപ്പെട്ടവനാണെന്നും ആ വിശുദ്ധ ഗ്രന്ഥം തീയിലിട്ട് നശിപ്പിച്ചു കളയണമെന്നുമായിരുന്നു അക്കാലത്തുള്ള പുരോഹിത പ്രമുഖന്മാരുടെ കൽപ്പന. വിവിധ സംസ്കാരങ്ങളിലും ദേശങ്ങളിലും മതങ്ങളിലും അരുതായ്മയുടെ വേലിക്കെട്ടുകൾ സ്ത്രീ സമൂഹത്തിനു ചുറ്റും പടുത്തുയർത്താൻ പുരുഷന്മാർ പരസ്പരം മത്സരിച്ചിരുന്നു. ക്രിസ്ത്യാനിറ്റിക്ക് അടിസ്ഥാനമിട്ട ദൈവപുത്രനായ ക്രിസ്തു തന്റെ രഹസ്യ പരസ്യ ജീവിതത്തിലുടനീളം സ്ത്രീകളെ അത്യധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി തെളിവുകളുണ്ട്. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും കെട്ടിപ്പൊക്കിയ അരുതുകളുടെ വേലിക്കെട്ടുകൾ ഒന്നൊന്നായി തച്ചുടച്ചു ദൈവപുത്രൻ. ഗലീലി മുതൽ ജെറുസലേം വരെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു നടന്നപ്പോൾ ക്രിസ്തുവിനു ചുറ്റുമുള്ള ശിഷ്യഗണത്തോടൊപ്പം ധാരാളം സ്ത്രീകൾ അവനെ അനുഗമിക്കുകയും ദൈവപുത്രന്റെ പഠനങ്ങൾ ഹൃദിസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ആ സ്ത്രീഗണത്തിൽ പ്രഥമസ്ഥാനം എപ്പോഴും ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന് തന്നെയായിരുന്നു. സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരൂപം പ്രാപിക്കാൻ തന്റെ സൃഷ്ടിയായ ഒരു കന്യകയുടെ ശരീരം ആവശ്യമായി വന്നപ്പോൾ തന്നെ സ്വയം വിട്ടുകൊടുത്ത ആ പരിശുദ്ധ കന്യകയുടെ അത്രയും യോഗ്യത ഇന്ന് വരെയും ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്നതോ ആയ ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ടും ഈശോ തന്റെ ദൗത്യം ഭൂമിയിൽ തുടരാനായി ശിഷ്യഗണത്തിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് പൗരോഹിത്യമെന്ന കൂദാശ ഭരമേൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് സ്വന്തം അമ്മയെ തെരഞ്ഞെടുത്തില്ല എന്നത് അതിശയോക്തി നിറഞ്ഞ ഒരു ചോദ്യമാണ്. നൂറ്റാണ്ടുകളായി പലരും ചോദിക്കുകയും പരിഭവിക്കുകയും ചെയ്യുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: ദൈവത്തിന് എന്തിനും ഏതിനും അതിൻ്റെതായ ന്യായങ്ങളുണ്ട് എന്നത്. ഒരുപക്ഷെ ഇത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. എങ്കിലും ദൈവം തന്റെ പദ്ധതികൾ തുടർന്നുകൊണ്ടേയിരിക്കും. കത്തോലിക്കാ സഭയിലെ സ്ത്രീകൾക്ക് പൗരോഹിത്യമെന്ന കൂദാശ സ്വീകരിക്കാൻ സഭ അനുവദിക്കുന്നില്ല. അതിനാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിക്കുന്ന സഹോദരന്മാരെ, സ്വന്തം ഭവനത്തിന്റെ ഉമ്മറപ്പടിയിൽ കാലുകുത്താൻ പോലും അവകാശമില്ലാത്ത അനേകായിരം സ്ത്രീകൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഞങ്ങളുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ കാണാഞ്ഞിട്ടാണോ അതോ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ? പൗരോഹിത്യമെന്ന കൂദാശ സ്വീകരിക്കാൻ പറ്റില്ല എന്ന ഒറ്റ കാരണത്താൽ ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പുമുട്ടുകയല്ല എന്ന് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കാത്ത ആ ഭാഗ്യം ഞങ്ങൾ ക്രൈസ്തവ സ്ത്രീകൾക്ക് ആവശ്യമില്ല സഹോദരങ്ങളെ. ഏതെല്ലാം മോഡേൺ ചിന്തകളുമായി എത്ര സെക്റ്റുകൾ മുളച്ചു വന്നാലും ഞങ്ങൾ ക്രൈസ്തവർ ക്രിസ്തു പഠിപ്പിച്ച പകർന്നു നൽകിയ പാരമ്പര്യം തച്ചുടച്ചുള്ള ഒരു പരിപാടിക്കുമില്ല. സ്നേഹപൂർവ്വം സിസ്റ്റർ സോണിയ തെരേസ് DSJ എന്ന വാക്കുകളോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.